നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ ലോങ് ടൈമിലേക്ക് ഗ്രോ ആപ്പ് ഉപയോഗിച്ചിട്ട് ഒരു സ്റ്റോക്ക് വാങ്ങുകയാണ്. അതായത് നമ്മൾ ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതായത് നമുക്ക് പ്രോഫിറ്റ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ലാഭം കിട്ടും എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ എന്തൊക്കെ കാരണം വിചാരിച്ചിട്ടാണ്? അല്ലാതെ സാധാരണ ആരെങ്കിലും പറയുകയാണ് ഒരു സ്റ്റോക്ക് കൊള്ളാം നിങ്ങൾ വാങ്ങിയിട്ടോ ഒരു 2-3 വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടുമെന്ന്. പക്ഷേ നമ്മൾ അവർ പറഞ്ഞ കാര്യം വിശ്വാസയോഗ്യമായിട്ടുള്ളതാണോ എന്ന് നമുക്ക് നോക്കുന്നതിന് കുറേയധികം ഓപ്ഷൻസുകൾ നമുക്കുണ്ട്. അതിന് നമുക്ക് ഫണ്ടമെന്റലി സ്ട്രോങ് ആണോ അല്ലെങ്കിൽ നമുക്ക് ഫണ്ടമെന്റൽ അനാലിസിസ് നടത്താം, ടെക്നിക്കൽ അനാലിസിസ് നടത്താം. അപ്പോൾ ഈ സാധാരണയായിട്ട് നമ്മൾ സാധാരണ ഒരു ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നത് ഒരു ഗ്രോ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏഞ്ചൽ ലോൺ ആപ്ലിക്കേഷനോ സെറോദോ പോലുള്ള ഏതെങ്കിലും ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ എടുത്തിട്ട് നമ്മൾ അതിൽ രജിസ്റ്റർ ഒക്കെ ചെയ്ത് ഡിമാറ്റ് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്ത് ഒരു സ്റ്റോക്ക് വാങ്ങുന്നു, വാങ്ങിയിടുന്നു. അപ്പോൾ ഇത്തരത്തിൽ വാങ്ങിയിടുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് വിശകലനം ചെയ്യാനൊക്കെ ഉള്ള കുറേയധികം ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ ഒരു ബുദ്ധിമുട്ടുകളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രോ ആപ്ലിക്കേഷൻ തന്നെ കുറച്ചധികം കാര്യങ്ങൾ ഈ ആപ്ലിക്കേഷനകത്ത് ഈ മൊബൈൽ ആപ്പിനകത്തോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ പ്ലാറ്റ്ഫോമിനകത്തോ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ JG കെമിക്കൽസ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റോക്ക് എടുത്തിട്ട് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ കുറച്ച് താഴേക്ക് വരുമ്പോൾ മാർക്കറ്റ് ഡെപ്ത്, അത് കഴിഞ്ഞ് ഫണ്ടമെൻ്റൽസ് എന്ന് പറഞ്ഞ് കുറേയധികം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിനോടനുബന്ധിച്ച് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ആ കമ്പനിയുടെ വാർത്തകളെ പറ്റിയും അതുപോലെ അത് പ്രോഫിറ്റിലായിരുന്നോ, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ വരുമാനം എത്രയാണ്, പ്രോഫിറ്റ് എത്രയാണ്, നെറ്റ് വർത്ത് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വെച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇതിനോടനുബന്ധിച്ച് നമ്മൾ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും നമുക്ക് അതിൽ നിന്നും എത്ര പ്രോഫിറ്റ് കിട്ടിയത് കൊണ്ട് നമുക്കെത്ര ലാഭം കിട്ടും, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയതിന് ശേഷം അതിൻ്റെ വാല്യൂ ഓവർ വാല്യൂഡ് ആണോ, നമ്മൾ വാങ്ങിയതിന് ശേഷം അതിൻ്റെ വില ഇനി കൂടാനാണോ സാധ്യത, അതോ നമ്മൾ വാങ്ങിയതിന് ശേഷം സാധാരണ ഒട്ടുമിക്ക ആൾക്കാർ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ വില കുറയാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് പലരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ പറയുന്ന സ്റ്റോക്ക് വളരെയധികം വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളും വിചാരിക്കും ഇനിയും അതിൻ്റെ വില കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് ഓവർ വാല്യൂഡ് ആയിരിക്കും. ആ ഒരു വാല്യൂ കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം ഒരു വിലയിൽ എത്തിക്കഴിയുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ വാങ്ങി വെച്ചിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സൊക്കെ എന്ത് ചെയ്യും, അതിനെ വിൽക്കാൻ പോകും. അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ കമ്പനികളൊക്കെ അത് വിൽക്കാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വളരെയധികം നഷ്ടം ഉണ്ടാകും. അപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ ആ സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണോ, നമുക്ക് അതുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് കണക്കാക്കാൻ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് PE റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് PE റേഷ്യോ എന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ തന്നെ നമുക്ക് ഈ PE റേഷ്യോ കൃത്യമായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പാഠപുസ്തകത്തിൽ പഠിക്കുന്നത് പോലെയൊക്കെ പഠിച്ചു വെച്ചിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗമാണുള്ളത്, നമുക്ക് ആ ടൂൾ എങ്ങനെ ഉപയോഗിക്കാം എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാം. അതായിരിക്കും കുറച്ചുകൂടെ നന്നായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഇതെല്ലാം ആധികാരികമായിട്ടൊക്കെ പഠിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സൈക്കിൾ ചവിട്ടുന്നതിനെ പറ്റി നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഒരു സാറ് വന്ന് ക്ലാസ് എടുക്കുകയും കുറച്ച് നോട്ട് തരികയും ചെയ്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മളൊരു സൈക്കിളും കൊണ്ട് റോഡിലിറങ്ങി അല്ലെങ്കിൽ ഒരു സ്റ്റേഡിയത്തിലൊക്കെ പോയിട്ട് നമ്മളത് ചവിട്ടി പഠിച്ചാൽ മാത്രമേ റെഡിയാവൂ. അപ്പോൾ നമുക്ക് ആ ടൂൾ എങ്ങനെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമുക്കതെങ്ങനെയാണ് നോക്കുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ കൂടുതൽ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ബാങ്കിങ് സംബന്ധമായിട്ടോ സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായിട്ടോ മ്യൂച്വൽ ഫണ്ട് സംബന്ധമായിട്ടോ ഒക്കെ ഉള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ PE റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു സ്റ്റോക്കിൻ്റെ വില എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിവിടെ JG കെമിക്കൽസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് എടുത്തു. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 526 രൂപയാണ്. ഈ 526 രൂപ എന്ന് പറയുന്നത് ഒരു ഷെയറിൻ്റെ വിലയാണ്. അപ്പോൾ ഈ ഒരു ഷെയറിന് നമ്മൾ എത്ര രൂപയാണ് അധികം കൊടുക്കേണ്ടത്? അപ്പോൾ ഇതിൻ്റെ വില ശരിക്കും എന്ന് പറഞ്ഞാൽ അതായത് ആ ഏൺ ചെയ്യുന്നത് ആ കമ്പനി ഓരോ ഷെയറിലും എത്ര ഡോളറാണ് ഏൺ ചെയ്യുന്നത്, അതിനെത്രയാണ് പെർസെൻറ്റേജാണ് നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ വില കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനെത്രയാണ് അതിൻ്റെ മൂല്യം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് ഓവർ വാല്യൂഡ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഗ്രോ ആപ്ലിക്കേഷൻ തുറന്നതിന് ശേഷം നമ്മൾ ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ
ഓക്കെ. ഇവിടെ ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞ് കാണിക്കും. ഞാൻ മൊബൈലിലും കാണിക്കുന്നുണ്ട്, കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ദാ ഇവിടെ പി റേഷ്യോ TTM എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് TTM എന്ന് പറയുന്നത് നമ്മൾ നോക്കണ്ട. അത് 52 ആഴ്ചയിൽ ട്രേഡ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ പി റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എടുത്ത ഒരു കമ്പനി ഏതൊരു കമ്പനി വേണമെങ്കിൽ നമുക്ക് എടുത്ത് നോക്കാം. എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പി റേഷ്യോ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നതിൽ പി റേഷ്യോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പി റേഷ്യോ നമ്മൾ ആ സ്റ്റോക്കിന് നമ്മൾ അധികം കൊടുക്കുന്ന വില എത്രയാണ്? അപ്പോൾ ഈ 525 രൂപയുടെ സ്റ്റോക്കിന് നമ്മൾ 28 ഞാൻ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നും അല്ല അവർ പറഞ്ഞത്. സാധാരണ നമ്മളൊരു ക്ലാസ്സിലൊക്കെ ചെന്നിരിക്കുമ്പോൾ വളരെ കുറച്ചുകൂടെ ആഴത്തിലൊക്കെ പറഞ്ഞു തരും. ഞാൻ അങ്ങനെയല്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ 525 രൂപയുള്ള സ്റ്റോക്കിന് നമ്മൾ 28 രൂപ അധികം കൊടുത്ത്, അതായത് 497 രൂപ അല്ലെങ്കിൽ 6 രൂപ ഉള്ള ഒരു സ്റ്റോക്കിനാണ് നമ്മൾ 525 രൂപ കൊടുത്ത് വാങ്ങുന്നത്. അതായത് ആ കമ്പനിക്ക് അത്രയും ലാഭമാണ് എന്നുള്ളതാണ് ആ ഒരു രീതി. അപ്പോൾ നമ്മൾ ഒരു റേഷ്യോ ഓരോ സ്റ്റോക്കിനും 28 രൂപ അധികം നമ്മൾ കൊടുക്കുകയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്. പ്രൈസ് ടു ഏണിംഗ്. അപ്പോൾ അല്ലെങ്കിൽ ഓരോ സ്റ്റോക്ക് എന്ത് ചെയ്യും, അവർ ഇത്ര രൂപ ഏൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് 30 രൂപയിൽ താഴെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഓവർ വാല്യൂഡ് അല്ല. ചില സ്റ്റോക്കുകൾ നമ്മൾ എടുത്തിട്ട് നോക്കിക്കഴിയുമ്പോൾ 0യ്ക്കും താഴെയായിരിക്കും, മൈനസ് ആയിരിക്കും. മൈനസ് ആണെങ്കിലും നമ്മൾ വാങ്ങാൻ പാടില്ല. 30ന് മുകളിലാണെങ്കിലും അത് ഓവർ വാല്യൂഡ് ആണ്. 0ത്തിന് താഴെയാണെങ്കിൽ അത് അണ്ടർ വാല്യൂഡ് ആണ്. അതായത് അത് വാങ്ങാനേ ആളില്ല. ഇത് മറ്റത് വില കൂടി നിൽക്കുന്ന ഒരു സാധനമാണ്. മറ്റത് ഒരിക്കലും ആരും വാങ്ങാനും സാധ്യതയില്ല. അപ്പോൾ 1 0ത്തിന് താഴെയുള്ളതോ വാങ്ങാതിരിക്കുക, 30ന് മുകളിലുള്ളത് നമ്മൾ വാങ്ങാതിരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരു സ്റ്റോക്ക് എടുക്കാം. ഇപ്പോൾ RVNL എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക്. ഇപ്പോൾ RVNL ഓക്കെ, റെയിൽ വികാസം നിഗം ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്ക്. നമ്മൾ ഈ സ്റ്റോക്ക് എടുത്തു. അതിൻ്റെ വില 389 രൂപയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ സ്റ്റോക്ക് ഒരു സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇത് കഴിഞ്ഞ ഒരു വർഷം നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് വളരെ മുകളിലുണ്ടായിരുന്ന സ്റ്റോക്കാണ്. അതാണ് ഇങ്ങ് താഴേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പി റേഷ്യോ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, പി റേഷ്യോ 63 രൂപയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ തന്നെ ഇവിടെ ഇൻഡസ്ട്രി പി റേഷ്യോ എന്നുണ്ട്. അതായത് ആ മേഖല, ഇപ്പോൾ റെയിൽവേ മേഖലയുമായിട്ട് ബന്ധമുള്ള കമ്പനികളുടെ പി റേഷ്യോ 26.58ആണ്, 26ആണ്. അപ്പോൾ ഇവിടെ 63ആണ്. അപ്പോൾ 40% ഓവർ വാല്യൂഡാണ് ഇപ്പോഴും ഇത് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ? അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ നമുക്ക് സാധ്യത ഉണ്ട്, ഇല്ലാതെ നമുക്ക് തള്ളിക്കറാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്ക് ഫണ്ടമെൻ്റലി അടിസ്ഥാനപരമായിട്ട് നമുക്ക് നോക്കിക്കഴിയുമ്പോൾ അതിനുള്ള വാല്യൂ കുറവാണ്. ഇവിടെ നോക്കൂ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 28ആണ്. ഇവിടെ ഇൻഡസ്ട്രിയൽ PE വരുന്നത് റേഷ്യോ വരുന്നത് 48ആണ്. ഇതൊരു ചെറിയ അനുപാതമാണുള്ളത്. ഇനി നമുക്ക് വേറൊരു സ്റ്റോക്ക് എടുക്കാം. ഇപ്പോൾ നമുക്ക് SBI എന്ന് പറയുന്ന സ്റ്റോക്ക് എടുക്കാം. ഓക്കെ, SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. SBI മ്യൂച്വൽ ഫണ്ടാണല്ലോ വന്ന്. SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റോക്ക് എടുത്തു. അതിനുശേഷം നമ്മൾ ഇവിടെ താഴേക്ക് വരുന്നു. താഴേക്ക് വന്നിട്ട് നമ്മളിവിടെ ഓക്കെ നോക്കുകയാണ്. പി റേഷ്യോ വരുന്നത് 9ആണ്. അതായത് നമുക്ക് ഇത് ഓവർ വാല്യൂഡ് അല്ല. ഇൻഡസ്ട്രിയൽ പി റേഷ്യോ പോലും 13 രൂപയാണ്. അപ്പോൾ അതിനേക്കാളും താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ മാർക്കറ്റിൽ വില കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ചുളുവിലയ്ക്കാണ് കിട്ടുന്നത്. നമുക്ക് മാർക്കറ്റിൽ ഒരു മൂല്യം കുറഞ്ഞു നിൽക്കുന്ന സമയത്താണ് നമുക്കിത് ഈ സമയത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല എന്നുള്ള രീതിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു രീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേണമെങ്കിൽ ഞാൻ വേറൊരു സ്റ്റോക്ക് എടുത്തു തരാം. ഇപ്പോൾ ഫെഡറൽ ബാങ്ക് എടുത്തു. അതിനുശേഷം താഴേക്ക് വന്നു. ഇവിടെ പി റേഷ്യോ 12ആണ്. ഇൻഡസ്ട്രി പി റേഷ്യോ 13ആണ്. അപ്പോൾ ആവറേജിനേക്കാളും ഒരു പോയിന്റ് താഴെയാണ്. അപ്പോൾ ബാങ്കിങ് മേഖലയിലുള്ള ബാങ്കിങ് മേഖലയിലുള്ള മറ്റുള്ള കമ്പനികളുടെ എല്ലാം ശരാശരി നോക്കിക്കഴിഞ്ഞാൽ പി റേഷ്യോ ഏൺ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ അധികം കൊടുക്കുന്ന 13 രൂപയാണെങ്കിൽ ഇവിടെ ഫെഡറൽ ബാങ്കിന് 1 രൂപ കുറവാണ്. അപ്പോൾ അത്രയും നമുക്ക് വിശ്വാസയോഗ്യമായിട്ട് നമുക്ക് ഇത്തരത്തിൽ വാങ്ങാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങാൻ. അപ്പോൾ ഇനി വേറൊരു സ്റ്റോക്ക് എടുക്കാം. ഇപ്പോൾ വോഡാഫോൺ ഐഡിയ. ഇപ്പോൾ വോഡാഫോൺ ഐഡിയ എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് എടുത്തതിന് ശേഷം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ പി റേഷ്യോ
-2.91 കാണിക്കുന്നത്. അപ്പോൾ പലരും വോഡഫോൺ എന്ന് പറയുന്ന കമ്പനി VI എന്ന് പറയുന്ന വോഡഫോൺ ഐഡിയ എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റോക്കിനെ പലരും കാണുന്നത് ഇപ്പോൾ വളരെ വില കുറവല്ലേ എന്ന് വിചാരിക്കും. എങ്ങനെയായിരിക്കും നോക്കുന്നത്? കഴിഞ്ഞ ഒരു വർഷത്തെ നോക്കിക്കഴിയുമ്പോൾ കണ്ടോ ഇതേപോലെ ഇരിക്കും. പക്ഷെ എന്ത് ചെയ്യും? അത് വരുമാനം ഉണ്ടാക്കുന്നില്ല. ആ കമ്പനി നഷ്ടത്തിലാണ്. അപ്പോൾ നമ്മളത് വാങ്ങിക്കഴിഞ്ഞാലും അത് വരുമാനം ഉണ്ടാക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയിട്ടിരിക്കുന്ന ഷെയറിൻ്റെ വില എന്ത് ചെയ്യും? കുറയും. സ്വാഭാവികമായിട്ടും കുറയും. ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ 1,00,00,000 രൂപ അല്ലെങ്കിൽ 100,00,00,000 രൂപ ആസ്തിയുള്ള ഒരു കമ്പനിക്ക് വരുമാനം ഉണ്ടെങ്കിലാണ് അത് 101 കോടിയോ 110 കോടിയോ അല്ലെങ്കിൽ 200 കോടിയോട്ട് വരുമാനത്തിനനുസരിച്ചിട്ടായിരിക്കും ആ കമ്പനി വളരുന്നത്. ഇപ്പോൾ 100 കോടിയുള്ള ഒരു കമ്പനി എന്ന് പറയുന്നത് പിന്നെ അത് 98 97 കോടിയായിട്ട് കുറയുകയാണ്. അല്ലെങ്കിൽ 50 കോടിയായിട്ട് കുറയുകയാണെങ്കിൽ ആ ആ കമ്പനിയുടെ ആകെ ഷെയറുകളുടെയും വാല്യൂ കുറയാണ്. അപ്പോൾ ഇവിടെ വോഡഫോൺ ഐഡിയ എന്ന് പറയുന്ന കമ്പനി വളരെയധികം ഒരു തകർച്ച നേരിട്ടു. അതിനുശേഷം അതിൻ്റെ ഏൺ ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇത് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് വളരെ വില കുറഞ്ഞിരിക്കുകയാണ് വാങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തികച്ചും തെറ്റാണ്. നമ്മൾ ആ സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നഷ്ടമായിരിക്കും വരുന്നത്. അത് വീണ്ടും മുകളിലേക്ക് പോകാൻ ഈ ഷെയറിൻ്റെ വില കൂടാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ഒരു ഷെയറിൻ്റെ വില ഇവിടെ എത്രയുള്ള വെറും 7 രൂപ 35 പൈസയാണുള്ളത്. 35 രൂപയാണുള്ളത്. 7 രൂപയാണ് ഇപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ വില. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ വില കണ്ടിട്ട് നമ്മളൊരു ലോങ് ടൈമിലേക്ക് ഇപ്പോൾ ഒരു 1,00,000 ക്വാണ്ടിറ്റി നമുക്ക് വാങ്ങിക്കളയാം. 7 രൂപയല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു 1000 ക്വാണ്ടിറ്റി നമുക്ക് വാങ്ങിക്കളയാമെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 1 രൂപ കുറയുകയാണെങ്കിൽ നമുക്ക് 1000 രൂപ ഒറ്റയടിക്ക് കുറയും. അല്ലെങ്കിൽ 10,000 ക്വാണ്ടിറ്റി വാങ്ങുകയാണെങ്കിൽ 10,000 രൂപ ഒറ്റയടിക്ക് കുറയും. പക്ഷേ നമ്മൾ വാല്യൂ ഉള്ള സ്റ്റോക്കാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് അത്രയും കുറയാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു കാര്യം PE റേഷ്യോ എന്ന് പറയുന്ന സംഭവം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ഇത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് സംബന്ധിച്ചിടത്തോളം ഇതിന് യാതൊരു പ്രസക്തിയില്ല. കാരണം ഇൻട്രാഡേ ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ അല്ലയോ എന്നുള്ളതല്ല. ആ സ്റ്റോക്ക് ഇപ്പോൾ ചിലപ്പോൾ ഒരു ന്യൂസിൻ്റെ സാഹചര്യത്തിലായിരിക്കും ഒരു സ്റ്റോക്ക് പെട്ടെന്ന് മൂവ്മെൻറ്റ് നടത്തുന്നത്. അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് മേഖല റെസിസ്റ്റ് തകർത്തുകൊണ്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, കുതിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് ഇൻട്രാഡേ ചെയ്യുന്ന സമയത്ത് യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളില്ല. അപ്പോൾ നമുക്ക് ഈ PE റേഷ്യോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ PE റേഷ്യോ ഒന്നും നോക്കണ്ട. ഇവിടെ ഞാൻ കണ്ടല്ലോ ഈ വോഡഫോൺ ഐഡിയ എന്ന് പറയുന്ന കമ്പനിയുടെ ഇൻഡസ്ട്രിയൽ PE റേഷ്യോ 45 അപ്പോൾ ഇവിടെ വീണ്ടും ഒരു കൺഫ്യൂഷനാണ്. നമുക്ക് 30 നമുക്ക് ഏൺ ചെയ്യേണ്ടത്. 30ന് താഴെയുള്ളതല്ലേ അങ്ങനെ നോക്കുമ്പോൾ ഈ മേഖലയിലുള്ള ഈ നെറ്റ്വർക്ക് മേഖലയിലുള്ള ബാക്കിയുള്ള കമ്പനികൾ അധികം ഏൺ ചെയ്യുന്നുണ്ട് 45 രൂപ. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് അണ്ടർ വാല്യൂഡ് ആണ്. അപ്പോൾ അത്രയും തകർച്ചയിലുള്ള ഒരു കമ്പനിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു കാര്യം നമ്മൾ എല്ലാ സമയത്തും നമ്മൾ ഓർമ്മിക്കുക. അതായത് ലോങ് ടൈമിലേക്കോ സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോഴോ ഈ ഒരു കാര്യം നമ്മളിപ്പോൾ ഓല ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞൊരു മൊബിലിറ്റി കമ്പനി വന്നു. അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് കുറച്ച് കാലമായിട്ടുള്ളൂ ലോഞ്ച് ചെയ്തിട്ട്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ -8 വളരെയധികം താഴെയാണ്. ഇതിൻ്റെ ഇൻഡസ്ട്രിയൽ PE റേഷ്യോ 24 വളരെ മികച്ചതാണ് ഇൻഡസ്ട്രിയൽ PE റേഷ്യോ. അതായത് 30ന് താഴെയുള്ളത് ഞാൻ പറഞ്ഞു 30ന് 0യ്ക്കും 30നും ഇടയിലുള്ള PE റേഷ്യോ ആണ് നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനും താഴെയാണ് അണ്ടർ വാല്യൂഡ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ വരുമാനം എത്രത്തോളം നമുക്ക് കിട്ടും? അതിൻ്റെ ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. നമുക്കിത് ഒരു വർഷത്തെ ഈ സ്റ്റോക്ക് ലോഞ്ച് ചെയ്ത സമയത്ത് ഇതിൻ്റെ വില 140 146 വരെ മുകളിലായിരുന്നു. അപ്പോൾ ഈ സ്റ്റോക്ക് ലോഞ്ച് ചെയ്തതിന് ശേഷം 90 രൂപയ്ക്കകത്താണ് ലോഞ്ച് ചെയ്യുന്നത്. അതിനുശേഷം മുകളിലേക്ക് പോയപ്പോൾ വാങ്ങിയവർക്ക് ലാഭമുണ്ടായി. പിന്നെ താഴേക്ക് വന്നു, വീണ്ടും കുറച്ച് പോയി, പിന്നെ അത് താഴേക്കാണ് പോയത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് ഓല വളരെയധികം മികച്ച പെർഫോമൻസ് കാണിച്ചു. അതിനുശേഷം എല്ലാ കമ്പനികളും ഇലക്ട്രിക്കൽ ബൈക്കുകൾ ഇറക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു? പിന്നെ ഇതിനെന്തൊക്കെയോ പ്രശ്നങ്ങൾ ന്യൂസുകളെ പറ്റിയൊക്കെ വന്നു. അങ്ങനെ വന്നപ്പോൾ ഇത് അണ്ടർ വാല്യൂഡ് ഏൺ ചെയ്യാം. വരുമാനം കുറഞ്ഞു. ആ കമ്പനിക്ക് അവരുണ്ടാക്കുന്ന പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള വരുമാനമില്ല. അപ്പോൾ ഓരോ ഷെയറിൻ്റെ വില അതിനനുസരിച്ച് കുറഞ്ഞു. അപ്പോൾ നമ്മൾ ഇത്രയും വില കുറച്ച് നമുക്ക് വാങ്ങാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു സത്യമാണ്. പക്ഷേ അത്രയും വില കുറച്ച് വാങ്ങിയത് കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമുക്ക് ഫണ്ടമെൻ്റലി സ്ട്രോങ് അടിസ്ഥാനപരമായിട്ട് ഇത് തികച്ചും നമുക്ക് നഷ്ടമുണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഇത്രയും കാലത്തെ ഒരു പെർഫോമൻസ് വെച്ചിട്ടാണ് ഇത് വിലയിരുത്തുന്നത്. ഈ TTM എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തെ ഒരു വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കണക്കാക്കി നോക്കുന്നത്. അപ്പോൾ എന്താണ്
പി റേഷ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിലയും വരുമാനവും തമ്മിലുള്ള അനുപാതം എന്നാണ് ഇതിനെ നമുക്ക് പറയുന്നത്. ഒരു ഓഹരിയിൽ നിന്നുള്ള വരുമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ വിപണി വിലയെ വരുമാന വില അനുപാതം അളക്കുന്നു. കമ്പനി സൃഷ്ടിക്കുന്ന ലാഭത്തിന് നിക്ഷേപകർ എത്രമാത്രം പണം നൽകാൻ തയ്യാറാണ് എന്നാണ് ഈ മെട്രിക് കാണിക്കുന്നത്. അപ്പോൾ പി റേഷ്യോ എന്ന് പറയുന്നത് ഒരു കമ്പനി സൃഷ്ടിക്കുന്ന ലാഭത്തിന് നിക്ഷേപകർ എത്രമാത്രം പണം നൽകാൻ തയ്യാറാണ്. അപ്പോൾ ഇപ്പോൾ ചില കമ്പനികൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പി റേഷ്യോ വളരെയധികം ഉയർന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ഓക്കെ 1541 രൂപയാണ് പ്രൈസ്. ഇതിൻ്റെ പി റേഷ്യോ 29, 25 അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഇതിൻ്റെ പി റേഷ്യോ വോഡഫോൺ സ്റ്റേറ്റ് ബാങ്ക് നമുക്ക് അത് വെച്ചിട്ട് കണക്കാക്കാൻ പറ്റില്ല ഒരിക്കലും. അപ്പോൾ പല സ്റ്റോക്കുകളും നമുക്ക് ഈ ഒരു രീതിയിലല്ല കണക്കാക്കുന്നത്. കാരണം ചില സ്റ്റോക്കുകൾ അതായത് ഒരുപാട് പ്രൈസ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെ പി റേഷ്യോ 32 30 മുകളിൽ വന്നു 30 ചിലപ്പോൾ 40, 50 ഒക്കെ ഉള്ള കമ്പനികളുണ്ട്. അല്ലെ 60, 70 ആയിരിക്കുന്ന പി റേഷ്യോ ഉണ്ടായിരിക്കും. പക്ഷേ അത്രയും വില കൊടുത്ത് നമ്മൾ വാങ്ങാൻ തയ്യാറാവും. അതായത് കമ്പനി സൃഷ്ടിക്കുന്ന ലാഭത്തിന് നമ്മൾ എത്രമാത്രം പണം ഇപ്പോൾ പി റേഷ്യോ 60 എന്ന് വിചാരിച്ചിട്ട് ചിലത് നമ്മൾ ഇൻഡസ്ട്രിയൽ പി റേഷ്യോ കൂടെ നോക്കേണ്ടതുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലത് നമ്മൾ അത്രയും വില കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ പോലും അത് വീണ്ടും ആ കമ്പനി ഒരുപാട് പുതിയ പുതിയ തലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അത് വീണ്ടും വരുമാനം കൂടാനുള്ള സാധ്യതയുണ്ട് ഓരോ ഷെയറുകൾക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമുക്ക് വാങ്ങാതിരിക്കാനും സാധിക്കില്ല, അതും നമുക്ക് വാങ്ങാൻ പറ്റും. വിലയും വരുമാനം തമ്മിലുള്ള അനുപാതം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉയർന്ന വില വരുമാന അനുപാതം കുറഞ്ഞ വില വരുമാന അനുപാതം വ്യത്യസ്ത അർത്ഥങ്ങൾ നൽകാം. ചില നിക്ഷേപകർ വിശ്വസിക്കുന്നത് ഉയർന്ന വില വരുമാന അനുപാതം ഒരു കമ്പനി ചെലവേറിയതായി തീരുകയും ഒരു പക്ഷേ അമിത വിലമതിക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് അർത്ഥമാക്കുന്നു എന്നാണ്. അതായത് ഓവർ വാല്യൂഡ്. കുറഞ്ഞ വില വരുമാനം അനുപാതം ഒരു കമ്പനിയെ വില കുറച്ചോ വില കുറഞ്ഞതോ ആക്കി മാറ്റാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലായ്പ്പോഴും ശരിയല്ല, കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. കാരണം ചിലപ്പോൾ ഒരു കമ്പനിക്ക് ഉയർന്ന വില വരുമാന അനുപാതം ഉണ്ടായിരിക്കും. കാരണം അത് വേഗത്തിൽ വളരുകയും ഉയർന്ന വില വരുമാന അനുപാതത്തിലേക്ക് വളരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ വീണ്ടും അതിൻ്റെ വില കൂടും എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പി റേഷ്യോ വീണ്ടും കൂടി തന്നെ നിൽക്കും. അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ മറ്റു ചില കാര്യങ്ങൾ കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് പി ബി റേഷ്യോ കൂടെയൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ പി ബി റേഷ്യോ എന്താണെന്ന് പറയാം. എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ നമ്മൾ ലോങ് ടൈമിലേക്ക് 1 മാസമോ അതിന് മുകളിലോ നമ്മളൊരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടി വാങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു 5, 10, 20 വർഷത്തേക്ക് നമ്മളൊരു ഷെയർ വാങ്ങി ലോങ് ടൈമിലേക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആരെങ്കിലും പറയുന്ന സ്റ്റോക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. അതിനു മുമ്പ് ആ സ്റ്റോക്കിനെ നമ്മളൊന്ന് വിലയിരുത്തുക. നമ്മൾ എടുത്തതിന് ശേഷം ഈ പി റേഷ്യോ നമ്മൾ നോക്കുക. പി റേഷ്യോയും ഇൻഡസ്ട്രിയൽ പി റേഷ്യോയും തമ്മിലുള്ള നോക്കുക. അത് 30 താഴെയാണെങ്കിൽ ഒരു 20, ഒരു 10നും 20നും ഇടയിലൊക്കെ നിൽക്കുന്നതായിരിക്കും ഏറ്റവും മികച്ച പി റേഷ്യോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇൻഡസ്ട്രിയലും ഏകദേശം അതേപോലെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റും. അതിനേക്കാളും കുറഞ്ഞ് നിൽക്കുകയാണെങ്കിലും നല്ലതാണ്. അപ്പോൾ വെറും 0ന് താഴെ വരുന്ന ഒരു സ്റ്റോക്കും നിങ്ങൾ വാങ്ങാൻ നിൽക്കരുത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വോഡഫോൺ ഐഡിയ എന്ന് പറയുന്നത് നമുക്ക് വളരെ വില കുറച്ച് കിട്ടും. ഇവിടുത്തെ ഒരു ഷെയറിൻ്റെ വിലയാണ് നമ്മൾ വില കുറച്ച് കിട്ടുന്നത്. പക്ഷേ അതിൻ്റെ വരുമാനം കൂടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് കാരണം ഈ 7 രൂപ എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിയതിന് ശേഷം കൂടണം. 10, 20 രൂപ ആയാലാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. നമ്മൾ ഈ 7 രൂപയ്ക്ക് വാങ്ങിയതിന് ശേഷം വീണ്ടും അതിൻ്റെ വില കുറയുകയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വാങ്ങിയത് കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പി റേഷ്യോ 30ൻ്റെ ഇടയിൽ നിന്നാൽ മാത്രമേ ഈ വാങ്ങിയതിൻ്റെ വില കൂടുകയുള്ളൂ. അതാണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അനുപാതവും കണക്കാക്കുന്ന രീതി ഒന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് ഒരു പുസ്തകമൊക്കെ വായിച്ച് നോക്കുന്നതായിരിക്കും നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഈ കാര്യം നോക്കിയാൽ മതി. പി റേഷ്യോ എത്രയാണ് വരുന്നത്, അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടോ. അപ്പോൾ വോഡഫോൺ ഐഡിയ പോലുള്ളത് -2 ഒരിക്കലും നമ്മൾ ഇത്തരത്തിലുള്ളത് വാങ്ങാനേ നിൽക്കരുത് എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയൽ പി റേഷ്യോ ഉണ്ടല്ലോ, ഇവിടെ 45 വരെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക.
അപ്പോൾ എന്താണ് പി ഇ റേഷ്യോ, എങ്ങനെയാണ് നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടത്, ഗ്രോ ആപ്ലിക്കേഷനകത്ത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. നിങ്ങൾക്കത് തീർച്ചയായിട്ടും മനസ്സിലായിക്കാണുമെന്ന് വിചാരിക്കുന്നു. പി ഇ റേഷ്യോ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ കമൻറ്റിലൂടെ മറുപടി നൽകുന്നതാണ്. അല്ലാത്തത് ഷോർട്ട് വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ ഇതുപോലൊരു ലൈവ് സെക്ഷനിലൂടെയോ നിങ്ങൾക്കത് പറഞ്ഞു തരും. അപ്പോൾ അത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ലോങ് ടൈമിലേക്കൊക്കെ എടുക്കാം. അതുപോലെ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങി കുറേയധികം നമുക്ക് ഈ ഗ്രോ ആപ്ലിക്കേഷനകത്ത് മാത്രമല്ല, നമുക്ക് ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടിനകത്തേക്കൊക്കെ പോയതിന് ശേഷം നമുക്ക് നോക്കാം. നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിയതിന് ശേഷം നമ്മൾ കുറേ കാലം ഹോൾഡ് ചെയ്തു. നമുക്കൊരു പ്രോഫിറ്റിലാണ്. അപ്പോഴത്തേക്കും അതിൻ്റെ വിലയൊക്കെ ഇങ്ങനെ ഇടിയുമെന്നോ എന്തെങ്കിലും ന്യൂസൊക്കെ വരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നമ്മൾ ആ സ്റ്റോക്ക് എടുത്തിട്ട് ഇവിടെ പി ഇ റേഷ്യോ ഒക്കെ നമുക്ക് നോക്കാം. അപ്പം നിലവിൽ അത് വളരെ താഴേക്കാണ്, അണ്ടർ വാല്യൂഡ് ഒക്കെ ആവാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു 45, 60ലേക്കൊക്കെ എത്തി, ഇനി അതിന് മാർക്കറ്റിൽ വളർച്ചയില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കൊന്നും നോക്കണ്ട, അതിനങ്ങ് വിൽക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്ക് മറ്റൊരു സ്റ്റോക്ക് വാങ്ങുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് എടുത്തതിന് ശേഷം എങ്ങനെയാണ് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഒരു സ്റ്റോക്കിൻ്റെ ഇപ്പോൾ ഒരു സ്റ്റോക്ക് ജസ്റ്റ് ഒന്ന് ഇതാ ഇവിടെ സെർച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ അല്ലെങ്കിൽ ഓവർവ്യൂ എടുത്താലും മതി. ഓക്കെ, ഓവർവ്യൂവിൽ താഴേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ TTM എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 12.92 ഇത് നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ നോക്കുമ്പോഴും വോഡാഫോൺ ഇത് ഗ്രോ ആപ്പിനകത്ത് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കാറുണ്ട്. അപ്പോൾ അത് ഇവർ കണക്കാക്കുന്നതിൻ്റെ മാനദണ്ഡത്തിൽ വരുന്ന ഒരു വ്യത്യാസമായിരിക്കും. അപ്പോൾ നമുക്കിവിടെ തന്നെ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതാ ഇവിടെ ഒരു ഓക്കെ ബാക്ക് എടുത്തിട്ട് നമുക്ക് ഫൗണ്ട് ഓവർ ഡിവിഡൻഡ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ആനുവൽ ഡാറ്റയും കിട്ടും. 2018 എത്ര പെർസെൻറ്റേജ് ആയിരുന്നു, 19 5 ആയിരുന്നു. കണ്ടോ, പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ ഇവിടെ മുകളിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ മുകളിലായിട്ട് കണ്ടോ 10 ആയിരുന്നു, വീണ്ടും 8 ആയി, 9 ആയി, 2024 11 ആയി. ഇതാണ് ഒരു ആവറേജ് വരുന്ന റേഷ്യോ. അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാം, പരിഗണിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോക്കിൻ്റെ എടുത്തിട്ട് ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടിനകത്ത് നമുക്കിങ്ങനെ പി റേഷ്യോ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങോട്ട് വന്നപ്പോൾ പച്ചയായി കണ്ടോ. അപ്പോൾ വീണ്ടും അപ്പോൾ ഈ ഒരു റേഞ്ചിൽ അത് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നല്ലൊരു സ്റ്റോക്കാണ് എന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വിലയിരുത്താനൊക്കെ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം പി റേഷ്യോയ്ക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും പി റേഷ്യോ എന്തിന് നോക്കണം, അല്ലെങ്കിൽ എങ്ങനെ നോക്കണം, ഗ്രോ ആപ്ലിക്കേഷനകത്ത് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന്